എല്ലാ ദിവസവും രാവിലെ പത്രമെടുത്താലും ന്യൂസ് കേട്ടാലും കേൾക്കുന്നതെല്ലാം കൊലപാതകങ്ങളും അക്രമങ്ങളും മാത്രം. മനുഷ്യനെ വെട്ടിയറഞ്ഞ് കവറിലാക്കി പാക്ക് ചെയ്ത് ബാഗിലാക്കിയെന്നും കൊന്നു തള്ളിയെന്നും കഴുത്തറുത്തെന്നും ഒക്കെയുള്ള വാർത്തയല്ലാതെ പിന്നെ എന്താണ് മനുഷ്യൻ രാവിലെ കേൾക്കുന്നത്? അങ്ങനെ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടം മാത്രമല്ല, 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചാലും അന്നും ഇത് തന്നെ നടക്കുന്നത്. വെട്ടിക്കൊല്ലുക, കൊന്നു തള്ളി പോവുക. മനുഷ്യൻ ഏത് മതം പഠിച്ചാലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ആത്മീയത്തിൻ്റെ അങ്ങേയറ്റം പോയാലും ശരി, അവൻ ചെയ്യുന്നതെല്ലാം ക്രൂരതകൾ മാത്രം. മൃഗങ്ങളെക്കാൾ വളരെ മോശമായ സ്വഭാവമുള്ളവരാണ് മനുഷ്യൻ. എന്നിട്ട് പറയുന്നത്, മതഭ്രാന്തന്മാർ പ്രസംഗിച്ച് പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഇത്രയും ദുഷ്ടനായിരിക്കുമോ, ക്രൂരനായിരിക്കുമോ? മൃഗങ്ങളും മനുഷ്യരും എല്ലാം തുല്യം തന്നെ. മൃഗങ്ങൾക്ക് കുറച്ചും കൂടി കരുണയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യനേക്കാൾ കുറച്ചും കൂടി കരുണയും ദയയും ഉള്ളത് മൃഗങ്ങൾ തന്നെയാണ്. മനുഷ്യന് എന്ത് പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്? ഒരു പ്രത്യേകതയും ഇല്ല. എന്തെങ്കിലും മനുഷ്യന് പ്രത്യേകതയുണ്ടെങ്കിൽ അവൻ മനുഷ്യൻ തന്നെ കൊല്ലൂ. അതും കൂടുതലും സ്ത്രീകളെയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊന്നു തള്ളുന്നത്. അത് കുറച്ചും കൂടി എളുപ്പമുണ്ട്. ശക്തി കുറവായതുകൊണ്ട് പിടിച്ചടക്കി കൊല്ലാൻ സാധിക്കുന്നു. ഇന്നും രാവിലെ ഞാൻ ഒരു ന്യൂസ് വായിച്ചു, ഒരു സ്ത്രീയെ കൊന്ന് വെട്ടിയറിഞ്ഞ് എന്ന്. ഇന്നലെയും വായിച്ചു. ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുവെങ്കിൽ, കേരളം ഏറ്റവും ചെറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഭൂലോകം മൊത്തം എന്തുമാത്രം സംഭവം നടക്കുന്നുണ്ടാകും. ഞാൻ ബൈബിളിൽ എവിടെ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, ഏതാണ്ട് 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ വെട്ടിയറിഞ്ഞ് പല ഭാഗങ്ങളിലായിട്ട് വിതരണം ചെയ്തതായിട്ട്. അപ്പോൾ അന്നും ക്രൂരത നടക്കുന്നുണ്ട്. ഇന്നും മനുഷ്യൻ ക്രൂരതനായി തന്നെ ജീവിക്കുന്നു. ക്രൂരൻ തന്നെയാണ്. എന്നിട്ട് മതങ്ങൾ വിളിച്ച് പറയുന്നത് എൻ്റെ ദൈവമാണ് ശരിയായ ദൈവം. ഓരോ മതക്കാർ, അങ്ങനെ ആയിരക്കണക്കിന് മതങ്ങളുണ്ട്, എല്ലാവരും പറയുന്നു എൻ്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. ഈ ജീവനുള്ളവരുടെ ദൈവത്തെ ആരാധിക്കുന്നവരും അവരെ മക്കളെന്ന് അവകാശപ്പെടുന്നവരും എന്തിനാണ് മനുഷ്യനെ കൊല്ലുന്നത്? യഥാർത്ഥത്തിൽ ഒരു ജീവിയെയും കൊല്ലാൻ അവകാശം ആർക്കുമില്ല. ഈ കോടതികൾ തന്നെയും മനുഷ്യനെ കൊല്ലാൻ വിധിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെയും തെറ്റായ ഒരു രീതിയാണ്. കാരണം മനുഷ്യനെ ആർക്കും സൃഷ്ടിക്കാൻ കഴിയില്ല, ഒരു ജീവനെയും ആർക്കും സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു ജീവനെയും ആർക്കും കൊല്ലാൻ അവകാശമില്ല. ഒരു കോടതി ഒരാളെ ശിക്ഷിച്ചാൽ അയാൾ കൊന്നു കഴിഞ്ഞാൽ അതോടുകൂടി അയാളൊന്നും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോകുന്നു. അങ്ങനെയല്ല വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാളെ കോടതി ശിക്ഷിച്ച്, കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷിച്ച് കോടതി വിധിച്ചു കഴിഞ്ഞാൽ അയാളെ മരിക്കുന്നത് വരെ ജയിലിൽ അടച്ചിടണം. അയാൾക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കാമല്ലോ, അയാളെ സംരക്ഷിക്കുന്നതിന് ചിലവുകൾക്ക് വേണ്ടി. മരിക്കുന്നവരെ ജയിലിൽ കിടക്കട്ടെ. ഇന്നാണ് നമ്മൾ ഒരാളെ തൂക്കിക്കൊല്ലുന്നത്. അതേപോലെ
വൈരാഗ്യം കൊണ്ട് ഒരാളെ കൊല്ലുന്നു. പിന്നെ എന്തിനാണ് ഇവർ മതം പിടിക്കുന്നത്? സ്നേഹസ്വരൂപനായ ദൈവം എന്ന് പറഞ്ഞ് ജനിക്കുന്നതിൻ്റെ 3-ൻ്റെ അന്ന് മുതൽ മതപഠനശാലകളിൽ കൊണ്ടാക്കി മതം പഠിക്കുന്നു. എന്നിട്ട് ചെയ്യുന്ന പ്രവൃത്തികളോ എല്ലാം തെറ്റായ പ്രവൃത്തികൾ. മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ നടക്കുന്ന സംഭവമാണ് കൊലപാതകങ്ങൾ. നമുക്ക് ഏറ്റവും പഴക്കമുള്ള ചരിത്രം ബൈബിളിൽ പറയുന്ന സൃഷ്ടിയിൽ ആദ്യം തന്നെ കൊല നടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനു മുമ്പ് മനുഷ്യനുണ്ട്. അതിന് മുൻപ് മനുഷ്യനുണ്ടെന്നുള്ള തെളിവാണ് ആദാവിൻ്റെ ഹവ്വയുടെ മക്കളിൽ ഒരാളെ കൊല്ലുന്നു. കൊന്നിട്ട് അയാൾ ഒളിച്ചോടുന്ന സമയത്ത് ദൈവത്തോട് അയാൾ ചോദിക്കുന്നു, ആരെങ്കിലും എന്നെ കണ്ടാൽ, അത് രണ്ടുപേരെയും അന്ന് ആദാവിനും ഹവ്വയ്ക്കും 2 മക്കളെ ഭൂമിയിലുള്ളൂ എന്നാണ് ചരിത്രം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ദൈവം പറഞ്ഞ അവിടെ നിന്ന് വിളിച്ചോടി പോകാൻ, എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. നോക്ക്, ഒന്ന് ചിന്തിച്ച് നോക്ക്, മനുഷ്യന് എന്താണ് പ്രത്യേകതയുള്ളത്?